സ്വർണക്കൊള്ളയിൽ പോറ്റിക്കൊപ്പമുള്ള ഫോട്ടോയാണ് മാനദണ്ഡമെങ്കിൽ പിണറായിയുടെ വീടാണ് ആദ്യം റെയ്ഡ് ചെയ്യേണ്ടതെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP. ചേവായൂർ ബാങ്കിൽ കോൺഗ്രസ് ഡയറക്ടർമാരെ കയ്യേറ്റം ചെയ്തതിലും കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയതിനുമെതിരെ ചേവായൂർ ബാങ്ക് ഹെഡ് ഓഫീസിനു മുന്നിൽ കോൺഗ്രസ് കോർഡിനേഷൻ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അങ്ങനെ ഫോട്ടോ കണ്ടതിന്റെ പേരിലാണെങ്കിൽ പിണറായി വിജയന്റെ വീടെന്ന് റെയ്ഡ് ചെയ്തോട്ടെ, എളുപ്പമുണ്ടല്ലോ, അത്ര ദൂരെ പോകാൻ വേണ്ടി കാത്തിക്കണ്ടല്ലോ. ഫോട്ടോ കണ്ടതിന്റെ പേരിലാണെങ്കിൽ എത്ര തവണ ചെയ്യണമെങ്കിൽ ഒപ്പം ഫോട്ടോ കണ്ടതിന്റെ പേരിലാണെങ്കിൽ പിണറായി വിജയന്റെ ഫോട്ടോ വീഡിയോ ഒപ്പം ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ റെയ്ഡ് ചെയ്തോ? ഫോട്ടോ ഉള്ളതിന്റെ പേരിലല്ല കോൺഗ്രസ് എന്ന് പറയുന്നത്. ഈ കൊള്ളയിലെ ഇൻവോൾവ്മെന്റിന്റെ പേരിലാണ്, അതിന്റെ പങ്കാളിത്തത്തിന്റെ പേരിലാണ് മുൻ മന്ത്രിക്കും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും ഇതിന് മുമ്പത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ നടപടി എടുക്കണമെന്ന് കോൺഗ്രസ് ഇവിടെ പറയുന്നത്, UDF ഇവിടെ പറയുന്നത്, കോടതി ഇവിടെ പറയുന്നത്. കോടതിക്ക് പോലും വലിയ സംശയങ്ങൾ വരുന്ന തരത്തിലുള്ള ഒരു കൊടിയ തട്ടിപ്പിന് നേതൃത്വം നൽകുമ്പോ കേരളത്തിന്റെ ദേവസ്വം ഭരിച്ചിരുന്നത് അടൂർ പ്രകാശ് അല്ല, കേരളത്തിന്റെ ദേവസ്വം ഭരിച്ചിരുന്നത് സോണിയാഗാന്ധി അല്ല. ഇന്നിപ്പോ അവിടെ MLA ഉൾപ്പെടെയുള്ള ആളുകൾ വീട്ടിൽ കൊണ്ടുപോയി സമ്മാനം കൊടുക്കുന്നതിന്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പൊ കൊള്ള എന്നുള്ളത് ഭരണകൂടത്തിന്റെ പരമമായ ലക്ഷ്യമായി മാറുമ്പോ അവിടെ തേങ്ങ ഉടക്കുമ്പോ ഇവിടെ ചിരട്ട ഉടക്കാൻ നിൽക്കുന്ന ആളോട് പറയുന്നു ഇത് രണ്ടും ഉടയും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആ കൊള്ളയ്ക്കും അഴിമതിക്കും കൂട്ടുനിൽക്കാത്തതിന്റെ പേരിലാണല്ലോ ഈ ഭീഷണി നടക്കുന്നത്. പാർട്ടിയെ CPM-ന്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടാൻ കഴിയില്ല എന്ന് നിലപാടെടുക്കുന്നതിന്റെ പേരിലാണല്ലോ പേന കത്തിക്കാട്ടുന്നത്. ധർണയിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. പ്രവീൺ കുമാർ അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി KM അഭിജിത്ത്, DCC ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ്, മാങ്കാവ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KT സുബൈർ, ചേവായൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PV ബിനീഷ് കുമാർ, വെള്ളയിൽ ബ്ലോക്ക് പ്രസിഡന്റ് P. കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. MT വാസുദേവൻ, P. ഉല്ലാസ് കുമാർ എന്നിവർ നേതൃത്വം നൽകി.